വാക്കിലൂടെയും വിചാരത്തിലൂടെയും പ്രവർത്തനങ്ങളിലൂടെയും മറ്റുമായി പല രൂപത്തിലുള്ള തെറ്റുകൾ, അപാകതകൾ, പിഴവുകൾ നമ്മുടെ മനസ്സിനെ ബാധിച്ചുകൊണ്ടിരിക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ആയത്തിന്റെ വിശദീകരണമായി സ്വഹാബത്തുകളെ പഠിപ്പിച്ചു. ഇന്നൽ അബ്ദ, ഒരടിമ, ഇദാ അഖ്താ ഖതീഅ, എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്താൽ, നുഖിതത് ഫീ ഖൽബിഹി നുഖ്തതൻ സൗദാ, അവന്റെ ഹൃദയത്തിൽ ഒരു കറുത്ത അടയാളം രേഖപ്പെടുത്തപ്പെടുകയാണ്. നുഖ്തത്തുൻ സൗദാ, കറുത്ത ഒരു അടയാളം അവിടെ വീഴുകയാണ്. ഫൈദാഹു വനസഅ വസ്തഗ്ഫറ വതാബ, ആ തെറ്റിൽ നിന്ന് വിട്ടുനിന്ന് പാപമോചനം തേടി ഖേദിച്ചു മടങ്ങുന്ന അവസ്ഥ ഉണ്ടായാൽ സുഖില ഖൽബുഹു, അവന്റെ മനസ്സ് വൃത്തിയാക്കപ്പെടും, സംസ്കരിക്കപ്പെടും എന്നാണ്. വൈൻ ആദ സീദ ഫീഹാ, ആ തെറ്റിലൂടെ തന്നെ മുന്നോട്ട് പോയി കൂടുതൽ തെറ്റ് ചെയ്യുന്ന അവസ്ഥ ഉണ്ടായാലോ അവന്റെ കൽബ് തെറ്റിലൂടെ ഉയർന്നുകൊണ്ടിരിക്കും എന്നാണ്. തെറ്റുകൾ ചെയ്ത് മനസ്സ് ഉയർന്നു പോകുന്ന അവസ്ഥയെ പറ്റിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ച റാൻ എന്ന അവസ്ഥ. ഈ രീതിയിലുള്ള മനസ്സുകൾക്കാണ്. ഒരു തെറ്റ് മാത്രമല്ല, ഒരുപാട് തെറ്റുകൾ ചെയ്യുന്നു. എന്തെങ്കിലും അബദ്ധം വന്നുപോയാൽ അതിൽ നിന്ന് വിട്ടുനിൽക്കണം, തൗബ ചെയ്യണം, പാപമോചനം തേടണം, നന്മകൾ ചെയ്ത് ആ തെറ്റുകളെ പരിഹരിക്കണം. ഇത്തരം ചിന്തകളില്ലാതെ തിന്മകളിൽ വ്യാപൃതരായി മുന്നോട്ട് പോകുന്ന ആളുകളുടെ മനസ്സിന്റെ അവസ്ഥയെ പറ്റിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണർത്തിയത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ വളരെ വേഗത്തിൽ പാപമോചനം നടത്തുകയും ഒരു ഭാഗത്ത് അടങ്ങിയിരുന്ന് അള്ളാഹുവിലേക്ക് ഖേദിച്ച് മടങ്ങുകയും ചെയ്യുക എന്നത് വിശ്വാസികളിൽ തെളിഞ്ഞു കാണേണ്ട, പ്രകടമായി കാണേണ്ട സ്വഭാവമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വസ്തഗ്ഫിറൂ റബ്ബക്കും, നിങ്ങളെ റബ്ബിനോട് നിങ്ങൾ പാപമോചനം തേടുക. അതിൽ മാത്രം ഒതുങ്ങാൻ പാടില്ല. ഞാൻ എത്രയോ അസ്തഗ്ഫിറുള്ള പറയുന്ന ആളാണ്, അല്ലെങ്കിൽ റബ്ബി ഗഫിർലി എന്ന് പറയുന്ന ആളാണ്, നിത്യം നിസ്കരിക്കുന്ന ആളാണ്, പാപങ്ങൾ കഴുകിക്കിട്ടാൻ അതൊരു പരിഹാരമാണല്ലോ. നിസ്കാരത്തിൽ ഒരുപാട് പാപമോചന പ്രാർത്ഥനകൾ ചൊല്ലുന്നുണ്ട്. അതുകൊണ്ട് പാപങ്ങളില്ലാത്ത, തെറ്റുകളില്ലാത്ത ഒരാളായിരിക്കും ഞാൻ എന്ന വിചാരം ഒരിക്കലും പാടില്ല. മറിച്ച് എന്ത് വേണം? സുമ്മ തൂബൂ ഇലൈഹി, അള്ളാഹുവിലേക്ക് നിങ്ങൾ ഖേദിച്ചു മടങ്ങണം. അള്ളാഹുവെ, പാപിയായ അടിമയാണ്, തെറ്റുകൾ ഒരുപാട് സംഭവിച്ചു പോയിട്ടുണ്ട്. അതുകൊണ്ട് നാഥാ, എന്നെ സ്വീകരിക്കണേ എന്നാണ് അള്ളാഹുവിന്റെ മുമ്പിൽ അനിവാര്യമായി നമ്മൾ പറയേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇന്നല്ലാഹ യഖ്ബിലു തൗബ, തൗബ സ്വീകരിക്കുന്നവനാണ്. അല്ലാഹു തൗവാബാണ്, ഏറ്റവും നന്നായി പാശ്ചാത്താപം സ്വീകരിക്കുന്നവനാണ്. പക്ഷെ എന്ത് വേണം? പാപിയാണെന്ന് നമ്മളെ പറ്റി മനസ്സിലാക്കണം. എന്നിട്ടോ അള്ളാഹുവിന്റെ മുമ്പിൽ ഏറ്റു പറയണം, അള്ളാഹുവിലേക്ക് ഇനാബത്ത് വേണം, ഖേദിച്ച് മടങ്ങണം എന്നാണ്. അതിനുള്ള രാവും പകലുമാണ് നമ്മുടെ മുമ്പിൽ വന്നിട്ടുള്ളത്. ഒരിക്കലും റമദാനിന്റെ പകലുകളെ, റമദാനിന്റെ രാവുകളെ വെറുതെ വിടാൻ പാടില്ല. സാധിക്കുന്ന അത്ര, എത്ര വലിയ തിരക്കുണ്ടെങ്കിലും, ഏത് ജോലിയിലാണെങ്കിലും, അടുക്കളയിലാണെങ്കിലും, അങ്ങാടിയിലാണെങ്കിലും, പഠന സ്ഥലത്താണെങ്കിലും, പാടത്താണെങ്കിലും, എവിടെയാണെങ്കിലും അസ്തഗ്ഫിറുല്ലാഹ് എന്ന് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കണം. അതൂബു ഇലല്ലാഹ്, എന്റെ റബ്ബിലേക്ക് ഞാനിതാ തൗബ ചെയ്യുന്നു എന്ന് എപ്പോഴും നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കണം. അത് വലിയ ഒരു പരിഹാരമാണ്. മഹാനായ ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് തന്റെ ഉസ്താദായ ഇബ്നു തൈമിയ റഹിമഹുല്ലയോട് ചോദിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ഷെയ്ഖാണ്, ഉസ്താദാണ്. അദ്ദേഹത്തോട് ഒരിക്കൽ ചോദിച്ചു, സുഇല ബഅദു അഹ്ലിൽ ഇൽം, അറിവുള്ള ചില ആളുകൾ ചോദിക്കപ്പെട്ടിട്ടുണ്ട്. എന്താണ് ചോദിക്കപ്പെട്ടത്? അയ്യുഹുമാ അൻഫഉ ലിൽ അബ്ദ്, ഒരു അടിമക്ക് ഏറ്റവും ഗുണം ചെയ്യുന്ന കാര്യം രണ്ട് വിഷയങ്ങളിൽ ഏതാണ്? ഒന്നാമത്തെ വിഷയം അത്തസ്ബീഹ്
രണ്ടാമത്തെ വിഷയം അൽ ഇസ്തിഗ്ഫാർ. ഒരാളിങ്ങനെ സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ് എന്ന് പറയലാണോ, അതിനേക്കാൾ കൂടുതലായി അസ്തഗ്ഫിറുല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറയലാണോ? ഈ രണ്ടിൽ ഏതാണ് ഏറ്റവും ഗുണം? അദ്ദേഹം കൊടുത്ത മറുപടി നോക്കൂ നിങ്ങൾ. ഇദാ കാന തൗബു നഖിയ്യ, നല്ല വൃത്തിയുള്ള വസ്ത്രമാണെങ്കിൽ, അഴുക്കില്ലാത്ത, പൊടിയില്ലാത്ത, ചെളിയില്ലാത്ത, മാലിന്യങ്ങളില്ലാത്ത, കറയില്ലാത്ത വൃത്തിയുള്ള വസ്ത്രമാണെങ്കിൽ ഫൽ ബുഹൂർ വമാഉൽ വർദ് അൻഫഉ ലഹു, നല്ല ബുഹൂർ, നല്ല സുഗന്ധം, അതുപോലെ തണുത്ത വെള്ളം, അത് രണ്ടും ഉണ്ടായാൽ മതി. കാരണം ആ വസ്ത്രത്തിൽ അഴുക്കില്ല, വിയർപ്പിന്റെ ദുർഗന്ധമില്ല, പൊടിയില്ല, മാലിന്യങ്ങളില്ല. അതുകൊണ്ട് സുഗന്ധം പൂശി തണുത്ത വെള്ളത്തിൽ ഒന്ന് മുക്കിയെടുത്താൽ മതി. എന്നാലോ വൈദാ കാന ദനസൻ, ശരീരം, ആ വസ്ത്രം മാലിന്യം പിടിച്ചതാണ്, ഒരുപാട് ചെളിയുണ്ട്, പൊടിയുണ്ട്, അങ്ങനെയാണെങ്കിലോ ഫസ്വാബൂൻ, സ്വാബൂൻ വേണം. വൽമാഉൽ ഹാർ, നല്ല ചൂടുള്ള വെള്ളം വേണം എന്നാണ്. ചൂടുള്ള വെള്ളത്തിലിട്ട് കഴുകി വൃത്തിയാക്കണം. സാബൂന് കൊണ്ട്, സാബൂൻ തേച്ച് നന്നായി ഉരസി കഴുകണം. എങ്കിൽ മാത്രമേ ആ വസ്ത്രം വൃത്തിയാവൂ എന്നാണ്. ശേഷം അദ്ദേഹം ചോദിക്കുകയാണ്, ഫകൈഫ വത്തിയാബു ലാ തസാലു ദനസ, വസ്ത്രം അത് മാലിന്യം പുലരുമെന്ന് ഉറപ്പാണ്. മാലിന്യം കലർന്ന അഴുക്കുള്ള വസ്ത്രമാകും, പൊടി പിടിക്കാത്ത തുണികൾ ഉണ്ടാവുകയില്ല. വസ്ത്രവും തുണികളുമെല്ലാം പൊടി പിടിച്ച് മാലിന്യം പിടിച്ച് അത് വൃത്തിയാക്കേണ്ടി വരുമെങ്കിൽ മനസ്സിന്റെ അവസ്ഥ എന്താണ്? നിർബന്ധമായും വൃത്തിയാക്കണം. മനസ്സിനെ കഴുകാനുള്ള സാബൂനാണ് ഇസ്തിഗ്ഫാർ, പാപമോചനം എന്നത്. അതുകൊണ്ട് തന്നെ നിരന്തരം അള്ളാഹുവിന്റെ മുമ്പിൽ ഇസ്തിഗ്ഫാർ നടത്തുന്നവരായി വിശുദ്ധ റമദാനിൽ നാം ഓരോരുത്തരും മാറണം. ഇസ്തിഗ്ഫാറും തൗബയും റമദാനിന്റെ ലക്ഷ്യങ്ങളാണ്. നോമ്പ് നിർബന്ധമാക്കപ്പെട്ടപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ലഅല്ലകും തത്തഖൂൻ, നിങ്ങൾ സൂക്ഷ്മത പാലിക്കുന്നവരാകാനാണ്. ഒരാൾക്ക് സൂക്ഷ്മത ഉള്ള മനുഷ്യനായി മാറാൻ കഴിയുക എപ്പോഴാണ്? പാപമുക്തമായ ജീവിതം വേണം, സംസ്കരിക്കപ്പെട്ട മനസ്സ് വേണം. വിശുദ്ധമാക്കപ്പെട്ട മനസ്സിന്റെ ഉടമയാകുമ്പോൾ മാത്രമേ അയാൾ സൂക്ഷ്മതയുള്ള, അള്ളാഹുവിന്റെ കൽപ്പനകൾ അനുസരിക്കുന്ന, അവന്റെ വിരോധനങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുന്ന ഒരാളായി മാറുകയുള്ളൂ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മിമ്പറിന്റെ ഓരോ പടികൾ ചവിട്ടി കയറി അവിടുന്ന് ആമീൻ എന്ന് പറഞ്ഞു. സ്വഹാബത്ത് ചോദിച്ചു, അള്ളാഹുവിന്റെ ദൂതനെ, എന്തിനാണ് നിങ്ങൾ 3 തവണ ആമീൻ പറഞ്ഞത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തു, ജിബ്രീൽ അലൈഹിസ്സലാം എന്റെ അടുക്കൽ വന്നു, ഓരോരോ കാര്യങ്ങൾ പറഞ്ഞു. അതിൽ ഒരു കാര്യം, ഒരാൾക്ക് റമദാൻ വന്നെത്തി, മൻ അദറക റമദാൻ, ഒരാൾക്ക് റമദാൻ വന്നെത്തി, അയാളുടെ പാപങ്ങൾ പുറത്തു കിട്ടിയില്ല, പാപങ്ങൾ പൊറുക്കപ്പെടാൻ സാധിച്ചില്ല, അവന് ശാപമുണ്ടാകട്ടെ, അവൻ മുഖം കുത്തി നരകത്തിൽ വീഴട്ടെ എന്ന് ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞപ്പോൾ ഫഖുൽതു ആമീൻ, ഞാൻ ആമീൻ പറഞ്ഞു എന്നാണ്. മൻ സ്വാമ റമദാൻ, ഒരാൾ നോമ്പെടുക്കുന്നു ഈമാനോടുകൂടി പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് നോമ്പെടുത്താൽ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി, അവന്റെ പാപങ്ങൾ പുറത്തു കിട്ടും എന്നാണ്. പകൽ സമയം ഒരുപാട് ക്ഷീണം സഹിച്ച്, ദാഹം സഹിച്ച്, അതുപോലെ പട്ടിണിയായി നമ്മൾ മുന്നോട്ട് പോകുന്നു മണിക്കൂറുകൾ. എന്താണ് ലക്ഷ്യം? പാപങ്ങൾ പുറത്തു കിട്ടണം. രാത്രി ദീർഘനേരം നിന്ന് നിസ്കരിക്കുന്നു, നമുക്ക് ക്ഷീണമുണ്ട്, മടുപ്പുണ്ട്, അലസതയുണ്ട്. അതൊന്നും കാര്യമാക്കാതെ, അതൊന്നും പരിഗണിക്കാതെ നിസ്കാരത്തിൽ മുഴുകുന്നു. എന്താണ് ലക്ഷ്യം? പാപങ്ങൾ പുറത്തു കിട്ടണം. അവസാന 10 ലൈലത്തുൽ ഖദറിനെ എത്ര പ്രയാസമുണ്ടെങ്കിലും പ്രതീക്ഷിക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. എന്താണ് അതിനുള്ള സമ്മാനം? എന്താണ്? പാപങ്ങൾ പുറത്തു കിട്ടും എന്നാണ്. അതുകൊണ്ട് ഇസ്തിഗ്ഫാറും തൗബയും വിടാതെ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കണം. ഒരാൾ ഇസ്തിഗ്ഫാറിൽ മാത്രം കടിച്ചു തൂങ്ങി തൽക്കാലം അത് മതി എന്ന് വിചാരിച്ചാൽ, ഒരു വസ്ത്രം, പൊടി പിടിച്ച ഒരു വസ്ത്രം, ചെളി പിടിച്ച ഒരു വസ്ത്രം വെള്ളത്തിൽ മുക്കിയെടുക്കുന്നത് മാത്രമേ അവിടെ നടക്കുന്നുള്ളൂ. അതാണ് ഇസ്തിഗ്ഫാർ എന്ന് പറഞ്ഞാൽ പെട്ടെന്നുള്ള ഒരു പരിഹാരം. എന്തെങ്കിലും അബദ്ധം വന്നുപോയി, തെറ്റ് വന്നുപോയി, അത് ബോധ്യപ്പെട്ടാൽ അസ്തഗ്ഫിറുല്ലാഹ് റബ്ബി ഗഫിർലി, അത് പെട്ടെന്നുള്ള പരിഹാരമാണ്. പക്ഷെ തൗബ എന്തിനാണ്? ഇനി മുന്നോട്ടുള്ള യാത്രയിൽ ഈ അബദ്ധം, ഈ തെറ്റ് എന്നെ ബാധിക്കാൻ പാടില്ല, എന്റെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല. അതുപോലെ സംഭവിച്ച കാര്യത്തെ നമുക്കൊരു ഖേദം വേണം. എന്റെ അടുത്തുനിന്ന് വന്നുപോയല്ലോ, പറ്റിപ്പോയല്ലോ, അങ്ങനെ വരാൻ പാടില്ലായിരുന്നു, ഞാൻ ശ്രദ്ധിക്കേണ്ടിയിരുന്നു എന്ന ഒരു ഖേദം നമുക്കുണ്ടാകണം. സംഭവിച്ചതിൽ ഖേദിക്കാനും ഇനി മുന്നോട്ടുള്ള യാത്രയിൽ ഈ അബദ്ധം ആവർത്തിക്കാതിരിക്കാനും
തൗബ വളരെ നിർബന്ധമാണ്. അതുകൊണ്ട് വെള്ളത്തിൽ മുക്കിയെടുക്കുക മാത്രമല്ല, മുക്കിയെടുത്ത വസ്ത്രത്തെ കല്ലിലിട്ട് നന്നായി സോപ്പ് തേച്ച് ഉരസി വൃത്തിയാക്കുന്ന പണിയാണ് തൗബ എന്ന പണി. ആ പണിയാണ് റമദാനിന്റെ രാവിലും പകലിലും വിശ്വാസികളായ നാം നിർവഹിക്കേണ്ടത്. തൗബയെ സംബന്ധിച്ച് പണ്ഡിതന്മാർ വിശദീകരിച്ചപ്പോൾ 3 കാര്യങ്ങൾ പ്രത്യേകം പറഞ്ഞു. തൗബ എന്ന് പറഞ്ഞാൽ അത് മാളിയായ വിഷയത്തിലും ഹാളിറായ വിഷയത്തിലും മുസ്തഖബിലായ വിഷയത്തിലും ഒരുപോലെ വേണം എന്നാണ്. മാളിയായ വിഷയം എന്ന് പറഞ്ഞാൽ ഫന്നദമു അലൽ മാളി, എന്റെ അടുക്കൽ ഇങ്ങനെ ഒരു അബദ്ധം, ഒരു വീഴ്ച, ഒരു തെറ്റ് വന്നുപോയല്ലോ എന്ന ഖേദം വേണം, അടങ്ങാത്ത സങ്കടം വേണം. അതാണ് തൗബയുടെ ഒന്നാമത്തെ ഭാഗം. രണ്ടാമത്തേതോ വൽ ഇഖ്ലാഉ അനിൽ ദംബി ഫിൽ ഹാദിർ, ഇനി ഈ നിമിഷത്തിൽ, ഞാൻ നിലനിൽക്കുന്ന ഈ സാഹചര്യത്തിൽ, ഈ പകലിൽ, ഈ രാവിൽ, ഈ മണിക്കൂറുകളിൽ, ഈ നിമിഷങ്ങളിൽ ഒരു അല്പം പോലും ആ ഒരു അബദ്ധം, ആ തെറ്റ് എന്റെ ജീവിതത്തിൽ ഉണ്ടാവുകയില്ല, അതിനെ വേരോടെ ഞാൻ പിഴുതെറിഞ്ഞിരിക്കുന്നു എന്ന നിലപാട് വേണം. മൂന്നാമത്തേതോ വൽ അസ്മു അലാ അദമിൽ ഔദ ഫിൽ മുസ്തഖബിൽ, ഇനി ഒരിക്കലും എന്റെ ആയുസ്സിൽ ആ തെറ്റിലേക്ക് മടങ്ങുകയില്ല, ആ അബദ്ധത്തെ കുറിച്ച് ഓർക്കുകയില്ല, ആ പിഴവിലേക്ക് ഞാൻ കാലെടുത്ത് വെക്കുകയില്ല, ഒരു മടക്കം എനിക്കില്ല എന്ന ഉറച്ച തീരുമാനം ഉണ്ടായിരിക്കണം. ഈ 3 കാര്യങ്ങൾ ഒത്തുവരുമ്പോഴാണ് നമ്മുടെ തൗബ തൗബയായി ഗണിക്കപ്പെടുക, അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുക. അതുകൊണ്ടാണ് യാ അയ്യുഹല്ലദീന ആമനു തൂബു ഇലല്ലാഹി തൗബതൻ നസൂഹാ, വിശ്വാസികളെ എന്ന് വിളിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, നിങ്ങൾ നസൂഹായ, സത്യസന്ധമായ, ആത്മാർത്ഥമായ ഒരു തൗബയാണ് നിങ്ങൾ നടത്തേണ്ടത്. അല്ലാഹുവിന്റെ മുമ്പിലാണ് പാപങ്ങൾ ഏറ്റുപറയുന്നത്, പരിഹരിച്ചു കിട്ടാനുള്ള ഏറ്റവും വലിയ കേന്ദ്രമാണത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത് സ്വീകരിച്ചെങ്കിൽ മാത്രമേ ഞാൻ പാപങ്ങളിൽ നിന്ന് മുക്തമാക്കപ്പെട്ട ഒരാളായി മാറുകയുള്ളൂ. അതുകൊണ്ട് അലസതയോടെ, മടിയോടെ, അലംഭാവത്തോടെ, മനസ്സ് വേറെ ഏതോ ലോകത്തായി എന്തിനൊക്കെയോ ആമീൻ പറയുന്ന, അല്ലെങ്കിൽ എന്തൊക്കെയോ അള്ളാഹുവിന്റെ മുമ്പിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കേവല തടിയായി, ഒരു കേവല പ്രവൃത്തിയായി നമ്മുടെ തൗബയുടെ രൂപം മാറ്റപ്പെടാൻ പാടില്ല. വതൂബു ഇലല്ലാഹി ജമീഅ അയ്യുഹൽ മുഅ്മിനൂൻ ലഅല്ലകും തുഫ്ലിഹൂൻ, വിജയം ആഗ്രഹിക്കുന്നവരാണെങ്കിൽ വിശ്വാസികളെ നിങ്ങൾ മുഴുവനായും എല്ലാവരും അള്ളാഹുവിലേക്ക് തൗബ നടത്തുക എന്ന് ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. ഇവിടെ ഒരു കാര്യം അടിവരയിട്ട് മനസ്സിലാക്കണം. അഥവാ ഖുർആൻ അവിശ്വാസികളെ കുറിച്ച് പറഞ്ഞു, ഖുർആൻ കപടന്മാരെ കുറിച്ച് പറഞ്ഞു, അതുപോലെ പരിഹാസികളെ കുറിച്ച് പറഞ്ഞു, കുറ്റവാളികളെ കുറിച്ച് പറഞ്ഞു, അക്രമികളെ കുറിച്ച് പറഞ്ഞു, ജനങ്ങളെ എന്ന് ഖുർആൻ വിളിച്ചു. ഇങ്ങനെയുള്ള ശൈലിയെല്ലാം, പ്രയോഗങ്ങളെല്ലാം നമ്മൾ ഖുർആനിൽ കാണുന്നുണ്ട്. പക്ഷേ ഈ തൗബയുടെ കാര്യം പഠിപ്പിക്കപ്പെട്ടപ്പോൾ എന്താണ് അവിടെ അൽ മുഅ്മിനൂൻ, വിശ്വാസികളെ എന്ന് മാത്രം, ആ ഒരു പദം മാത്രം പ്രയോഗിച്ചു. അത് എന്തിനാണ്? തൗബയുടെ കാര്യത്തിൽ ശ്രദ്ധ കൊടുക്കുന്നവർ, കണിശത കാണിക്കുന്നവർ, ജാഗ്രത പുലർത്തുന്നവർ ഈമാനുള്ളവർ മാത്രമാണ്. ലോകത്തെല്ലാ മനുഷ്യരും തൗബക്ക് വേണ്ടി വെമ്പൽ കാണിക്കണം എന്നില്ല. കുറ്റം ചെയ്ത ആളുകൾ, അക്രമികളായ ആളുകൾ, കപടന്മാരായ ആളുകൾ, അവിശ്വാസികളായ ആളുകൾ തൗബയെ കുറിച്ച് ചിന്തിക്കണമെന്നില്ല, ആലോചിക്കണമെന്നില്ല. പക്ഷേ വിശ്വാസിയുടെ ജീവിതം അള്ളാഹുവിന്റെ അടങ്ങാത്ത റഹ്മത്ത്, ആ കാരുണ്യമോർത്ത് അതൂബു ഇലല്ലാഹ്, ഞാനിതാ റബ്ബിലേക്ക് തൗബ ചെയ്യുന്നു എന്ന് മുറിയാതെ പറയുന്ന ആളുകളായിരിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നോക്കൂ, നിങ്ങൾ ഏത് കാര്യത്തിലും വെറും വർത്തമാനം പറഞ്ഞു പോകുന്ന ഒരു വ്യക്തിത്വമായിരുന്നില്ല. എല്ലാ കാര്യത്തിലും വർത്തമാനം പറയും, അത് പ്രവർത്തിച്ച് കാണിക്കും, അത് നിയമമായി പഠിപ്പിക്കും. അതായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രീതി. അവിടുന്ന് പറഞ്ഞു, വല്ലാഹി ഇന്നി ലഅസ്തഗ്ഫിറുല്ലാഹ്, അല്ലാഹു തന്നെയാണ് സത്യം, ഞാനുണ്ടല്ലോ ലഅസ്തഗ്ഫിറുല്ലാഹ്, അല്ലാഹുവിനോട് ഇസ്തിഗ്ഫാർ നടത്താറുണ്ട്, വഅതൂബു ഇലൈഹി, അവനിലേക്ക് ഖേദിച്ചു മടങ്ങാറുണ്ട്, ഫിൽ യൗമി അക്തറു മിൻ 70 മറ, അക്തറു മിൻ 70 മറ, 70-ലധികം തവണ. മറ്റൊരു ഹദീസിൽ കാണാം 100-ലധികം തവണ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അസ്തഗ്ഫിറുല്ലാഹ് അതൂബു ഇലല്ലാഹ് എന്ന് റബ്ബിന്റെ മുമ്പിൽ പറയാറുണ്ട്. ആരാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ? പാപങ്ങൾ പൊറുക്കപ്പെട്ടവരാണ്, അല്ലാഹുവിന്റെ റഹ്മത്ത് കൊണ്ട് മൂടപ്പെട്ടവരാണ്,
ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം ഇതാണെങ്കിൽ സഹോദരങ്ങളെ, നമ്മൾ ഒരുപാട് ഇനിയും ഓടണം, ഒരുപാട് മുന്നോട്ട് പോകണം. എങ്കിൽ മാത്രമേ പാപങ്ങളിൽ നിന്ന് മുക്തമാക്കപ്പെട്ട, മോചനം ലഭിക്കപ്പെട്ട ഒരു ജീവിതം നമുക്കുണ്ടാവുകയുള്ളൂ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തൂബാ, സന്തോഷിക്കുക, സ്വർഗ്ഗം കൊണ്ട് സന്തോഷിക്കുക, ലിമൻ വജദ ഫീ സ്വഹീഫതിഹി ഇസ്തിഗ്ഫാറൻ കതീറാ, തന്റെ പാത്രത്തിൽ, തന്റെ ഏടിൽ, നന്മയുടെ ഏടിൽ ഒരുപാട് ഇസ്തിഗ്ഫാറുകൾ കൊണ്ട് പരലോകത്ത് വരുന്ന ആളുകൾക്ക് സ്വർഗമുണ്ടെന്ന സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ടു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ. അതുകൊണ്ട് നിസാരമായി, ചെറുതായി നമ്മൾ കാണരുത്. നാളെ ഒരു ദിവസം കിട്ടണമെന്നില്ല, അടുത്ത ഒരു നിമിഷം കിട്ടണമെന്നില്ല, അടുത്ത റമദാൻ നമുക്ക് ലഭിക്കണം എന്നില്ല. അതുകൊണ്ട് ഈ ഒരു മാസത്തെ ഇസ്തിഗ്ഫാർ കൊണ്ട്, തൗബ കൊണ്ട് സമ്പന്നമാക്കാൻ നാം ഓരോരുത്തരും പരിശ്രമിക്കുക. നമ്മുടെ സൗഭാഗ്യം നോക്കൂ നിങ്ങൾ. മഹാനായ ഖതാദ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇന്നൽ ഖുർആൻ യദുല്ലുകും അലാ ദാഇകും വദവാഇകും. നിങ്ങൾക്ക് നൽകപ്പെട്ട ഖുർആൻ ഉണ്ടല്ലോ, ആ ഖുർആന്റെ പ്രത്യേകത അത് രോഗത്തെ കുറിച്ചും പറഞ്ഞു, മരുന്നിനെ കുറിച്ചും പറഞ്ഞു എന്നാണ്. നമ്മളെ മനസ്സിനെ ബാധിക്കാനുള്ള രോഗങ്ങളെ പറ്റി ഖുർആൻ പറഞ്ഞു, പരിഹരിക്കാനുള്ള മരുന്നും ഖുർആൻ പറഞ്ഞു. അമ്മാ ദാഉകും ഫദുനൂബുകും. എന്താണ് മനസ്സിനെ ബാധിക്കുന്ന രോഗം? അത് പാപങ്ങളാണ്, തെറ്റുകളാണ്. അമ്മാ ദവാഉകും, എന്താണ് അതിനുള്ള മരുന്ന്? ആ മരുന്ന് ഫൽ ഇസ്തിഗ്ഫാർ, അത് പാപം പൊറുക്കൽ തേടലാണ്. അതുകൊണ്ട് ഈ മരുന്നിനെ കാര്യമായി പരിഗണിച്ച് രോഗം ബാധിച്ച് മനസ്സ് മരവിച്ചു പോകാതിരിക്കാൻ ആവശ്യാനുസരണം മരുന്ന് ഉപയോഗിക്കുന്ന യഥാർത്ഥ വിശ്വാസികളായി നാം ഓരോരുത്തരും മാറുക. അള്ളാഹു അതിനുള്ള സൗഭാഗ്യം നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അള്ളാഹുവിൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ എല്ലാ സന്ദർഭങ്ങളിലും കഴിവിൻ്റെ പരമാവധി സൂക്ഷിച്ച് പാലിച്ച് ജീവിതത്തിൽ ക്രമീകരിക്കണം, ചിട്ടപ്പെടുത്തണമെന്ന് ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. വിശ്വാസികളായ നാം ഓരോരുത്തരും വിശുദ്ധ റമദാനിൽ തൗബയും ഇസ്തിഗ്ഫാറും കാര്യമായി പരിഗണിക്കേണ്ടതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചാണ് സൂചിപ്പിച്ചത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറെ ഇഷ്ടപ്പെടുന്ന കാര്യം ഇന്നല്ലാഹ യുഹിബ്ബുത് തവ്വാബീൻ എന്ന, തൗബ ചെയ്യുന്ന ആളുകളെ അള്ളാഹുവിന് വലിയ ഇഷ്ടമാണ്. അള്ളാഹുവിൻ്റെ ഇഷ്ടം തൗബ എന്ന ആത്മാർത്ഥമായി നടത്തേണ്ട പ്രവർത്തനയിലൂടെ കരഗതമാക്കാൻ വിശ്വാസികളായ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. വലിയ ഭാരിച്ച ഒരു പണിയൊന്നുമല്ല, ലളിതമായ എളുപ്പത്തിൽ നമുക്ക് നിർവഹിക്കാവുന്ന ഒരു പണിയാണ് തൗബ എന്നത്. ആ തൗബയിലൂടെ മനസ്സ് വിശുദ്ധമായി കിട്ടുന്നു, അത് വിമലീകരിക്കപ്പെടുകയാണ്. വയുഹിബ്ബുൽ മുതത്വഹിരീൻ, ശുദ്ധി കൈവരിക്കുന്ന ആളുകളെയും അള്ളാഹുവിന് ഇഷ്ടമാണ്. അതുകൊണ്ട് ശരീരത്തിന്റെ ശുദ്ധിക്ക് നമ്മൾ കൊടുക്കുന്ന പ്രാധാന്യം അതിൻ്റെ എത്രയോ അപ്പുറം നമ്മൾ പരിഗണിക്കേണ്ടതും പ്രാധാന്യം കൊടുക്കേണ്ടതുമാണ് മനസ്സിന്റെ വൃത്തി എന്ന് മനസ്സിലാക്കുക. അതിനുള്ള അവസരങ്ങളെ കാര്യമായി എടുക്കാൻ വിശ്വാസികളായ നാം ഓരോരുത്തരും ഇത്തരം സന്ദർഭങ്ങളിൽ കണിശമായി ശ്രദ്ധിക്കണം എന്നാണ് ഉണർത്താനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ കാര്യങ്ങളെ, ആ നന്മകളെ കാര്യമായി ശ്രദ്ധിക്കുന്ന വിശ്വാസികളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. 2-3 കാര്യങ്ങൾ സൂചിപ്പിക്കാനുള്ളത്. ഒന്ന്, ഇൻഷാ അല്ലാഹ് ശനിയാഴ്ച അഥവാ നാളെ ഇല്ലം ഓഡിറ്റോറിയത്തിൽ വെച്ച് പരിശുദ്ധ ഹജ്ജ് കർമ്മത്തിന് ഒരുങ്ങിയ ആളുകൾക്ക് വേണ്ടി ഹജ്ജ് ക്യാമ്പ് സംഘടിപ്പിക്കുന്നുണ്ട്. ഹജ്ജിന് പോകാൻ ഒരുങ്ങിയ നമ്മുടെ പരിചയത്തിലുള്ള ആളുകളെ അവിടെ എത്തിക്കണം, നമുക്കും അതിൽ പങ്കെടുക്കാം. ഒരുപാട് അറിവ് ഹജ്ജുമായി ബന്ധപ്പെട്ടൊക്കെ സ്വായത്തമാക്കാൻ സാധിക്കും. ബഹുമാന്യ പണ്ഡിതൻ കുഞ്ഞു മുഹമ്മദ് മദനി പറപ്പൂർ അവറുകളാണ് നേതൃത്വം കൊടുക്കുന്നത്. കഴിയുന്നവരൊക്കെ എത്തിച്ചേരണമെന്ന് അറിയിക്കുന്നു. അതുപോലെ യുവാക്കൾക്ക് റമദാനിൽ സംഘടിപ്പിക്കുന്ന തെർബിയ എന്ന വൈജ്ഞാനിക സംഗമം അതേ ഓഡിറ്റോറിയത്തിൽ ഞായറാഴ്ച രാവിലെ 9 മണി മുതൽ നോമ്പ് തുറയോടുകൂടി സംഘടിപ്പിക്കപ്പെടുന്നുണ്ട്. നമ്മുടെ പരിചയത്തിലുള്ള യുവാക്കൾ അവിടെ എത്തിക്കണം. ഇവിടെ ഇത് കേൾക്കുന്ന യുവാക്കൾ ആ കാര്യത്തെ പ്രാധാന്യത്തോടു കൂടി കാണണം എന്ന് സൂചിപ്പിക്കുന്നു. അതുപോലെ ഇൻഷാ അല്ലാഹ് പെരുന്നാൾ നമ്മിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് നിരാലംബരായ അതേപോലെ ദുർബലരായ കുടുംബങ്ങൾ നമുക്കിടയിലുണ്ട്. നമ്മളറിയാത്ത ഫുഖറാകളും മസാക്കീനുകളുമായ ആളുകൾ നമുക്കിടയിലുണ്ട്. നമ്മുടെ മക്കൾ പെരുന്നാളിൽ പുതുവസ്ത്രം അണിഞ്ഞ് സന്തോഷിക്കുമ്പോൾ പല വീടുകളിലും പഴകിയ വസ്ത്രം തേച്ചും അലക്കിയും ഒക്കെ ഉപയോഗിക്കുന്ന സാഹചര്യം ഇന്നും ഉണ്ട് എന്നത് ഉറപ്പാണ്. അപ്പൊ അത്തരം വീടുകൾ നമ്മൾ കാണണം എന്നില്ല. എന്നാൽ അത് കൃത്യമായി പരതി കണ്ടെത്തി അതിനർഹതപ്പെട്ട ആളുകൾക്ക് ഒരു പുതുവസ്ത്രം വാങ്ങിക്കൊടുക്കുന്ന ഈദ് കിസ്വ എന്ന് പറയുന്ന സംരംഭം നമ്മുടെ കുട്ടികൾ, വിദ്യാർത്ഥി ഘടകം
അത് കൃത്യമായി നടത്തി വരുന്നുണ്ട്. 1300 രൂപയാണ് ഒരു കുട്ടിയുടെ വസ്ത്രത്തിന് കണക്കാക്കപ്പെട്ടിട്ടുള്ളത്. നമ്മളെ കൊണ്ട് സാധിക്കുന്ന ഒരു തുക അതിലേക്ക് കൊടുത്താൽ, എത്ര കൊടുത്താലും അത് ആ കുടുംബത്തിന്, നമ്മൾ അറിയാത്ത ഒരു കുടുംബത്തിന് വലിയ സന്തോഷമാണ്. നമ്മൾ അറിയാത്ത വിധം ഒരുപാട് പ്രാർത്ഥനകൾ നമുക്ക് ലഭിക്കും. പരലോകത്ത് വലിയ ഒരു മുതൽക്കൂട്ടാകും. അത്തരം കാര്യങ്ങളൊക്കെ ഈ സന്ദർഭങ്ങളിൽ ശ്രദ്ധിക്കാൻ നാം ഓരോരുത്തരും പരിശ്രമിക്കണം. അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്ന തെറ്റുകുറ്റങ്ങൾ, അപാകതകൾ അള്ളാഹു വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് മരണം വരെ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കാനുള്ള സൗഭാഗ്യം അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. ശാരീരികമായും മാനസികമായും സാമ്പത്തികമായും മതപരമായും കുടുംബപരമായും പരീക്ഷിക്കപ്പെട്ട ഒരുപാട് ആളുകളുണ്ട്. അവരുടെ പ്രയാസങ്ങൾ, പരീക്ഷണങ്ങൾ അള്ളാഹു ദൂരീകരിച്ചു കൊടുക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ട മാതാപിതാക്കൾ, മക്കൾ, വിശ്വാസികൾ, പണ്ഡിതന്മാർ, പ്രബോധകർ, അവർക്ക് അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ.